ഈ ദീൻ വളർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു പറഞ്ഞതുപോലെ ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ അത് മുറുകെ പിടിക്കുന്ന ഒരു ഉമ്മത്ത് എല്ലാ കാലത്തും ഉണ്ടാവും. അവർ ഹക്കിലായിക്കൊണ്ട് എല്ലാ കാലത്തും നിലനിൽക്കും. അവരുടെ പരിഹാസങ്ങളോ അവരുടെ കുത്തിത്തിരിപ്പോ ഒന്നും ഇവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാക്കുകയില്ല. അവരുടെ സഹായം ഇവർക്ക് ലഭിച്ചില്ല എന്നതുകൊണ്ട് ഇവരുടെ ഹക്കിൽ നിന്ന് പിന്തിരിയാനും പോകുന്നില്ല. അങ്ങനെ ഒരു സമൂഹത്തെ അള്ളാഹു നിലനിർത്തും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇസ്ലാം പോയാൽ, ഇസ്ലാമിനെ നമ്മൾ ഒഴിവാക്കിയാൽ, പ്രത്യേകിച്ച് ഇസ്ലാമിന് ദോഷമൊന്നുമില്ല, അള്ളാഹുവിനൊന്നും നഷ്ടപ്പെടാനില്ല, മുസ്ലിമീങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, മറിച്ച് നഷ്ടപ്പെടുന്നത് നമുക്കാണ്. അതുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക. വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിക്കുന്ന ആളുകളെ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, ആരെങ്കിലും ഈ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്ന പക്ഷം ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അള്ളാഹു മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും. ഒരു സമൂഹം ഒഴിവാക്കി പോകണം ഇസ്ലാം എങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവരുടെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നല്ലൊരു ടീമിനെ അള്ളാഹു കൊണ്ടുവരുന്നതാണ് നമ്മൾ ഒഴിവാക്കി പോയാൽ.